എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഇന്നത്തെ ഈ പഠന ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തു തരുന്നത് ശ്രീമതി ശ്രീകലാജിയാണ്. അറിയാം, മുമ്പ് ധ്യാനത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഏറെ എടുത്ത് നമുക്ക് വളരെയധികം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പായി ശ്രീ ജയകൃഷ്ണൻജിയെ ഒരു പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. ഏതായാലും നമ്മൾ മെഡിറ്റേഷൻ ഇങ്ങനെ തുടങ്ങിയതിന് ശേഷമാണോ എന്ന് അറിഞ്ഞൂടാ. യുണൈറ്റഡ് നേഷൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്നൊരെണ്ണം വന്നിരിക്കുന്നത്, അല്ലേ? December 21. ഏതായാലും അത് നന്നായി. അപ്പൊ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്നുകൂടെ ഒന്ന് ചിന്തിച്ചു കൊള്ളാം, അല്ലേ? അഹങ്കാരാവോ? തീർച്ചയായും അജ്ഞാനന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. കലയപ്പോള് തുടങ്ങിക്കോട്ടെ, ക്ലാസ് തുടങ്ങാം എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മെഡിറ്റേഷൻ ഡേ ഈ ദിനത്തില് നമ്മളും അങ്ങനെ മെഡിറ്റേഷൻ പരിപാടി സംഘടിപ്പിച്ചു. വളരെ സന്തോഷം തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ്. അപ്പം ശങ്കരാചാര്യരുടെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. ഈ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് എന്നുള്ള ആ ഒരു തത്വം, അത് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ നമുക്ക് ചിത്തശുദ്ധി വേണം, മനസ്സിനെ അന്തർമുഖമാക്കണം. അപ്പൊ അതിനൊക്കെ ഈ ധ്യാനം ആവശ്യമാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനെ ധ്യാനം ചെയ്യുന്നത്, ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത് കൊണ്ട് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്കതിനെ ഒരു ഗൈഡ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ചെയ്യണത്. കാരണം അത് നമ്മുടെ ഉള്ളിൽ സ്വയം സംഭവിക്കുന്ന കാര്യമാണ്, നമ്മളായിട്ട് അനുഭവിക്കണം. മനസ്സന്തർമുഖമാക്കി ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വയം അത് ശീലിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഞാൻ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ മെഡിറ്റേഷൻ ഡേയില് ഒരു ഗൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾ തന്നെ സ്വയം ആ ധ്യാനം ചെയ്യാം. അതിന്റെ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ധ്യാനിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഇങ്ങനെ ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അതായത് നമ്മൾ കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും, നമുക്കറിയാതെ ഇരുന്ന സമയത്ത്. അപ്പൊ ആ ചിന്തകൾ വരുമ്പം അത് അടങ്ങണം. ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സ് നിശ്ചലാവില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ട് ശ്വാസത്തിനെ നിരീക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ നന്നായിട്ട് ശ്വാസവും ഈ മനസ്സിന്റെ ഈ ശാന്തതയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ ശ്വാസം നമ്മളിങ്ങനെ നിയന്ത്രിക്കുകയല്ല ചെയ്യണേ, അതിനെ നിരീക്ഷിക്കുക. പിന്നെ ശ്വാസം പ്രാണായാമം ശരിക്കും ചെയ്തിട്ട് നമ്മൾ പറയണ ഇൻസ്ട്രക്ഷൻ അത് ശ്രദ്ധാപൂർവം ചെയ്യണം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് അങ്ങനെ നമ്മളത് നിരീക്ഷിച്ച പിന്നെ നമ്മൾ ധ്യാനം ചെയ്യുകയല്ല, അത് ഞാൻ പറഞ്ഞില്ലേ സ്വാഭാവികമായിട്ട് സംഭവിക്കാന്ന്. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇരിക്കണം. അതായത് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഐ ഡു നത്തിങ്, ഐ ആം നത്തിങ്, ഞാനല്ല, അതിന് എൻ്റെ മുമ്പിൽ എനിക്ക് അപ്പുറത്ത് ശക്തി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ വിട്ടിട്ട് കുറച്ചു നേരം എല്ലാം മറന്നിട്ട് ഇരുന്ന് ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യാൻ ശ്രമിക്കണം.
അപ്പം നമുക്കത് തുടങ്ങാം. അതിനായിട്ട് സുഖകരമായ ഒരു ഇരിപ്പിടത്തില് സുഖാസനത്തിൽ ഇരിക്കാം. കണ്ണുകൾ അടച്ചിട്ട് കൈകൾ കാൽമുട്ടുകൾക്ക് മുമ്പിൽ മലർത്തി വെക്കുക. എന്നിട്ട് ദൃഷ്ടി ഭൂമധ്യത്തിൽ ഉറപ്പിക്കാം. സുഖാസനത്തില് കണ്ണുകൾ അടച്ച് കൈകൾ കാൽമുട്ടുകൾക്ക് മുകളിൽ മലർത്തി വെച്ച് ദൃഷ്ടി ഭൂമധ്യത്തിൽ ഉറപ്പിച്ച് ഇരിക്കുക. ഇനി ശ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. വളരെ സാവധാനം ദീർഘമായി ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക്. ഇനി നമുക്ക് 3 പ്രാവശ്യം ഓം എന്ന ശബ്ദം, ഓംകാരം ജപിക്കാം. അതിനായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, എന്നിട്ട് ഓം എന്ന് ജപിക്കാം. ശ്വാസം ഉള്ളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം ഉള്ളിലേക്ക് ഇനി ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപത്തിന്റെ കുറിച്ചുള്ള ശ്ലോകം നമുക്കൊന്ന് അനുസ്മരിക്കാം. അനേക ബാഹൂദര വക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം. അനേകം കൈകളും ഉദരങ്ങളും നേത്രങ്ങളും ഒക്കെയായിട്ട് അങ്ങയുടെ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ആ വിശ്വരൂപത്തിനെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായും വിശ്രമിക്കുക. മുഖത്ത് നല്ല ഒരു ചിരി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിന്തകളെ വീണ്ടും നിരീക്ഷിക്കുക. മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളെയും വെറുതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇനി ഓം എന്ന രൂപത്തെ നമുക്ക് മനസ്സിൽ കാണാം. ഏത് നിറത്തിലും നമുക്ക് ഓമിന്റെ രൂപം സങ്കല്പിക്കാം. ഓം എന്ന രൂപം മനസ്സിൽ നന്നായി സങ്കല്പിക്കാം. പതുക്കെ പതുക്കെ ആ രൂപം വലുതാകുന്നതായി കാണുക. ആ ഓം രൂപം വലുതായി വലുതായി നിങ്ങൾ ഇരിക്കുന്ന മുറിയും കടന്ന്, നമ്മുടെ ഗൃഹവും കടന്ന്, ഈ നഗരവും കടന്ന് വലുതായി വലുതായി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. ആ ഓം എന്ന രൂപത്തെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി വിഷ്വലൈസ് ചെയ്യും. ഇനി പതുക്കെ അത്
ചെറുതായിക്കൊണ്ടിരിക്കുന്നതായി സങ്കല്പിക്കുക. അത് ചെറുതായി ചെറുതായി വീണ്ടും ചെറുതായി ഒരു കടുകുമണിയോളമായി നിങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിൽ ഇതിനെ സങ്കല്പിക്കുക. വീണ്ടും അത് വലുതായി വലുതായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ചെറുതായി ചെറുതായി കടുകുമണിയോളം ചെറുതാവുന്നതായി കാണുക. ഒരിക്കൽ കൂടി ആ ഓം അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നതായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ രൂപമായിട്ട് തന്നെ സങ്കല്പിക്കാം. വീണ്ടും ചെറുതായി ചെറുതായി കടുകുമണിയോളം ചെറുതായി വരുന്നു. പൂർണ്ണമായും ഇനി വിശ്രമിക്കുക. അടുത്തതായി മനസ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ കാണുക. ആ ഇഷ്ട ദൈവം നിങ്ങളിലേക്ക് ഓജസ്സും വീര്യവും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് ശക്തി മുഴുവൻ ചൊരിഞ്ഞ് നിങ്ങളുടെ ശരീരത്തെ എനർജൈസ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. പിന്നീട് ആ ഇഷ്ടദേവതയുടെ രൂപം നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം. ആ രൂപം വലുതായി വലുതായി നിങ്ങളിരിക്കുന്ന മുറിയും കടന്ന്, ഗൃഹവും കടന്ന്, നഗരവും കടന്ന് ലോകം മുഴുവനായിട്ട്, ഈ പ്രപഞ്ചം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. പിന്നെ ആ രൂപം ചെറുതായി ചെറുതായി ഒരു കടുകുമണിയോളമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ആ രൂപം വലുതായി വലുതായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. ഇപ്പോൾ ചെറുതായി ചെറുതായി കടുകുമണിയോളമായി ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു തവണ കൂടി ആ ഇഷ്ടദേവതയുടെ രൂപം വലുതായി വലുതായി വരുന്നതായി അറിയുക. വീണ്ടും ചെറുതായി ചെറുതായി നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ദീർഘമായി സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. അടുത്തതായി നമുക്ക് ശ്രീ ചക്രത്തിനെ ധ്യാനിക്കാം. ശ്രീചക്രം സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ തെളിയുന്ന ആ ചക്രത്തിനെ കണ്ണു തുറന്ന് നന്നായി നിരീക്ഷിക്കുക. കണ്ണു തുറന്ന് അതിന്റെ രൂപം നന്നായി മനസ്സിലേക്ക് പതിക്കുക. വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഇനി കണ്ണുകൾ അടയ്ക്കാം. ആ ശ്രീചക്രത്തിന്റെ രൂപം മനസ്സിൽ കാണുക. ശ്രീചക്രത്തിന്റെ
ആ രൂപത്തെ, അതിന്റെ ശക്തിയെ, ആ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായി അനുഭവിക്കുക. ശ്രീചക്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജം അത് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി അറിയുക. ഇനി ഈ ശ്രീചക്രം വലുതായി വലുതായി നിങ്ങളിരിക്കുന്ന മുറിയും കടന്ന്, ഗൃഹവും കടന്ന്, നഗരവും കടന്ന് ഈ പ്രപഞ്ചം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. ശ്രീചക്രം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്നുള്ള ഊർജം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി അറിയുക. അതുപോലെ തന്നെ അത് ഇപ്പോൾ ചെറുതായി ചെറുതായി ഒരു കടുകുമണിയോളം ആവുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ഈ ശ്രീചക്രം വലുതായി വലുതായി നിങ്ങളിരിക്കുന്ന മുറിയും കടന്ന്, വീടും കടന്ന്, നഗരവും കടന്ന് ഈ ലോകം മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ഇതൊക്കെ ചെറുതായി ചെറുതായി വരുന്നു. അങ്ങനെ ചെറുതായി ഒരു കടുകുമണിയോളം ആയതായി അറിയുക. ഇനി നമുക്ക് മിന്നിമറയുന്ന ഫ്ലിക്കറിംഗ് ആയിട്ടുള്ള ശ്രീചക്രം മനസ്സിൽ സങ്കല്പിക്കുക. ശ്രീചക്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, പോകുന്നു. ഒരു മിന്നല് പോലെ, മിന്നായം പോലെ കടന്നു വരുന്നു, തിരികെ പോകുന്നു. ഇതിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സിലേക്ക് വരുന്നു, തിരികെ പോകുന്നു. വളരെ വേഗത്തിൽ ആ ശ്രീചക്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് ഫ്ലിക്കർ ചെയ്തിരിക്കുന്നു. അത് വീണ്ടും മറഞ്ഞു പോകുന്നു. ഇനി അത് വളരെ സാവധാനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആ രൂപം വരുന്നു, തിരികെ പോകുന്നു. വീണ്ടും ശ്രീചക്രത്തിന്റെ രൂപം മനസ്സിൽ തെളിയുന്നു, അത് മാറുന്നു. ഒന്നുകൂടി വളരെ പതിയെ മനസ്സിലേക്ക് ആ രൂപം കടന്നു വരുന്നു. വളരെ സാവധാനം അത് മാഞ്ഞു പോകും. ഇനി മനസ്സിന്റെ ആ ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകുക. ആ ശ്രീചക്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ മാറ്റത്തിനെ നിരീക്ഷിക്കുക. ചുറ്റും പരന്നു നിൽക്കുന്ന ആ നിശ്ചലതയെ, ശാന്തതയെ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശാന്തി തിരിച്ചറിയുക. അതിനെ നല്ലവണ്ണം അനുഭവിക്കുക, നന്നായി ആസ്വദിക്കുക. പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. ചുറ്റും നിശബ്ദതയാണ്, പൂർണ്ണമായ നിശബ്ദത, നിശ്ചലതയാണ്. ഇനി ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. സാവകാശം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക്, അതേ ഗതിയിൽ പുറത്തേക്ക് വിടുക.
ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്. ഇനി മനസ്സുകൊണ്ട് പ്രകാരം ചിന്തിക്കുക: എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാത്തിനോടും എനിക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം, അതിനുള്ളിലെ പ്രാണൻ, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, വീട്, ഈ പട്ടണം, ഞാൻ വസിക്കുന്ന ഈ സംസ്ഥാനം, ഈ പ്രപഞ്ചം മുഴുവൻ, എല്ലാത്തിനോടും എനിക്ക് അതിയായ കൃതജ്ഞതയുണ്ട്. ആ കൃതാർത്ഥത, ആ കൃതജ്ഞത നൽകുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയ ഊർജത്തെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആ പ്രഭാവലയത്തിനെ, ഓറയെ അനുഭവിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഇനി ഏതെങ്കിലും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻ, ഒരു പ്രസ്താവന നമുക്ക് 9 തവണ മനസ്സിൽ പറയാം. ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ സമാധാന ചിത്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഫർമേഷൻ 9 തവണ മനസ്സിൽ പറയാം. ഇനി വളരെ സാവധാനം നിങ്ങളുടെ ശരീരത്തെ അറിയുക, ചുറ്റുപാടുകളെ അറിയുക. മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ജ്യോതിഷ്, എന്തായാലും വളരെ നല്ലൊരു അനുഭൂതി. കാരണം വേൾഡ് മെഡിറ്റേഷൻ ദിവസമായിക്കൊണ്ട് പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് തന്നെ. കാരണം ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം എന്നല്ല, ഈ എന്താ പറയുക, തിരക്കിലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇത് പെട്ടെന്ന് തന്നെയാണ് ശ്രീകലോപ്പോൾ ഇങ്ങനെ ഒരു വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണെന്ന് അറിയിച്ചത്. അപ്പൊ പിന്നെ ഉടൻ തന്നെ മനസ്സിൽ വന്നു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്തുകൂടാ. കാരണം മെഡിറ്റേഷൻ ഡേ എന്ന് പറയുന്നത് നമുക്ക് ആദിശങ്കര ഫൗണ്ടേഷന്റെ 16ഓളം എപ്പിസോഡുകളായിട്ട് ശ്രീകലോപ്പോൾ ഇത് അവതരിപ്പിച്ചതാണ്. നമുക്ക് മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്, വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നടത്തണമെന്ന് ഉടനെ കലയപ്പോളെ വിളിക്കുകയുണ്ടായി. സാധിക്കുമെന്ന് ചോദിച്ചു. യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി. എനിക്കൊന്ന് എന്നെക്കാൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വാമനേട്ടനുണ്ട്, ഇവിടെ ജയേട്ടനുണ്ട്. ഞാൻ വാമനേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര, നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടുന്നു. കാരണം നമുക്ക് സ്വയം ചിന്തിക്കുന്നതിനും സ്വയം
നമ്മുടെ മനസ്സിന്റെ ശക്തി, നമ്മുടെ ചിന്തകളുടെ ശക്തി അത് ഏകാഗ്രതയോട് കൊണ്ടുപോകുന്നതിന് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വളരെ പ്രയോജനപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ കുറച്ച് സമയമാണെങ്കിലും വളരെ മനോഹരമായി, വളരെ ശാന്തമായി, സമാധാനമായി ശ്രീചക്രത്തെ തന്നെ സ്മരിച്ചുകൊണ്ട്, യഥാർത്ഥം പറഞ്ഞാൽ ശ്രീചക്രോപാസന വലിയൊരു കർമ്മമാണ്. എങ്കിലും വളരെ ലളിതമായി കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ആ അമ്മയുടെ ആ ശ്രീചക്രത്തെ മനസ്സിൽ ധ്യാനിക്കുന്നതിനും അതിന് വാക്കുകളിലൂടെ നമ്മുടെ മനസ്സുകളെ ഏകാഗ്രതയോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. വളരെ വളരെ സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഒപ്പോഴും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശൻ നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. ജയ് ജയ്. വളരെ സന്തോഷം വാമനേട്ട, അങ്ങയുടെ വാക്ക്. നല്ല സന്തോഷം മാമനേട്ട. ഞാൻ മാധവേട്ടൻ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. മാധവേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിന്. ലോക ധ്യാന ദിനമാണ്, മെഡിറ്റേഷൻ ഡേ ആണ്. അതോടൊപ്പം നമ്മുടെ പ്രത്യേകിച്ച് ശ്രീകലാപോളിന്റെ നേതൃത്വത്തിൽ ഇവിടെ യോഗ മുഴുവൻ സമയം പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു ചെറിയ സങ്കടമുണ്ട്. ഏതായാലും വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു, അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് അവസാനം എങ്കിലും പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ നടത്തിപ്പുകാർക്കും അതുപോലെ ശ്രീകലാപോളിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ജയശങ്കര. സന്തോഷം മാധവേട്ട. വളരെ സന്തോഷം മാധവേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. സജനാജി. ജയശങ്കര. ജയശങ്കര. കുറച്ച് സമയത്തേക്കാണെങ്കിലും സങ്കല്പങ്ങളെ പുറന്തള്ളി അബോധ സ്വരൂപത്തിൽ കുറച്ച് സമയമെങ്കിലും ഇരിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി. സ്ത്രീകളെ ഇപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വീക്കിലി 1 പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഈ ക്ലാസ് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ജയശങ്കര. തീർച്ചയായിട്ടും സജനാജിയുടെ വാക്കിനോട് ഞാനും യോജിക്കുന്നു. നമുക്ക് വീക്കിലി പറ്റിയില്ലെങ്കിലും 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അത് ഇന്ന് ആൾക്കാർ കൂടുതൽ കയറാതിരുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. പെട്ടെന്നൊരു മെഡിറ്റേഷൻ ഡേ എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് അതിനത് കൂടുതൽ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും സാരമില്ല, നമുക്ക് ആൾക്കാരുടെ ഇതല്ല, നമ്മൾ നടത്തുന്നു എന്നുള്ളത് ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആൾക്കാരുടെ അഭിലാഷി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. അഭിലാഷി ഞാൻ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു. അഭിലാഷി ലെഫ്റ്റായോ? അഭിലാഷി ഇല്ല. ജയേട്ടൻ. തീർച്ചയായിട്ടും ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ഒരു അനുഭൂതി നമുക്ക് നന്നായി നൽകി. അതിപ്പം എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം കലയോപ്പോളുടെ എല്ലാ ക്ലാസ്സും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മെഡിറ്റേഷനിൽ നമ്മൾ ധ്യാന നിരതരായി മാറാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് വന്ന 2 കാര്യങ്ങൾ. ഒന്നിപ്പോൾ കലയോപ്പോൾ പറഞ്ഞ ചിന്തകളെ നിയന്ത്രിക്കണം, ചിന്തകളെ നിയന്ത്രിക്കുകയല്ല, ചിന്തകളെ എന്താണ് നിരീക്ഷിക്കാനല്ലേ പറഞ്ഞേ? നിരീക്ഷിക്കാൻ പറഞ്ഞു. ചിന്തകളെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഈ വിരാട് രൂപം മനസ്സിൽ വന്നതിന് ശേഷം മറ്റ് ചിന്തകൾ എനിക്കൊന്നും വന്നില്ല, എനിക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല, മറ്റു ചിന്തയില്ല. ഈ വിരാട് രൂപം മാത്രമേ കിട്ടുന്നുള്ളൂ. ഒന്നത് അത് വലിയ കാര്യം, അത് എല്ലാവർക്കും പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അങ്ങനെ കിട്ടിയാ പിന്നെ അത് മതിയല്ലോ. ആ ശ്ലോകം നമുക്ക് അറിയാവുന്നത് കൊണ്ട് കുറെ കൂടെ എളുപ്പമായി. അപ്പൊ അതാ പിന്നെ രണ്ടാമത്തേത് കലയോപ്പോൾ പറഞ്ഞു, ഒന്ന് അഷ്ടദേവത എന്ന് പറഞ്ഞു. ആ സങ്കല്പം ഏതാണ് കലയോപ്പോൾ? എനിക്കത് മനസ്സിലായില്ല. അഷ്ടദേവതയല്ല, അത് കേട്ടത് ഇഷ്ടദേവത. ഇഷ്ടദേവത എന്നാണ് പറഞ്ഞത്. അയ്യപ്പസ്വാമിയുടെ അത് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നത് ഇഷ്ടദേവത എന്നാണ് കാണിച്ചത്. ഞാനത് പ്രത്യേകം പറഞ്ഞ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോന്നാണ്. ശരിയാണ്. അഷ്ടം. അപ്പൊ ഞാൻ ഇനി വിചാരിച്ചു ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കുഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, അപ്പോഴും നവതം ഉണ്ടല്ലോ വിചാരിച്ചു. ഓക്കെ. ജയശങ്കർ. ആയാലും വളരെ ഭംഗിയായി കലയോപ്പോളെ.
വളരെ സന്തോഷം. ഈ സന്തോഷം മെഡിറ്റേഷൻ കേട്ടു. ക്ലാസ്സുകൾ, ഗൈഡഡ് മെഡിറ്റേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെ വേണമെന്നാണ്. ഗൈഡഡ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ചോദ്യോത്തര വേള ഉണ്ടാവണം അല്ല കലോപ്പോളെ? പിന്നെ അതൊരു കുഴപ്പമില്ല, എന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ. അല്ല, ഇതൊരു ജയേട്ടാ, ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ഭക്തജനങ്ങളൊക്കെ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ചെന്ന് ഭഗവാനെ അപ്പോൾ ചിലപ്പോൾ പുതിയ ചെരുപ്പ് ഇട്ടുണ്ടോ അത് വരുവാണെങ്കിൽ അവർക്ക് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് തൊഴുമ്പോഴും അവരുടെ ചിന്ത ഈ പറയുന്ന വെളിയിൽ കിടക്കുന്ന ചെരുപ്പ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ചിന്തയാണ്. നമുക്ക് ആ ഒരു നിമിഷം കിട്ടുന്നത്. നമ്മൾ പറയത്തില്ലേ, ശബരിമലയിൽ പോയി ഭഗവാൻ അയ്യപ്പസ്വാമിനെ നമ്മൾ ഈ 41 ദിവസം മണ്ഡലകാലം നമ്മൾ വ്രതമെടുത്ത് അവിടെ പോയി ഈ കല്ലും മുള്ളും ചവിട്ടി അവിടെ ചെന്ന് നമ്മൾ ആ ഒരു നിമിഷം കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നിമിഷമാണ് നമുക്ക് വേണ്ട. ആ ഒരു നിമിഷം നേരണമെങ്കിൽ ഭഗവാനെ നമ്മുടെ മനസ്സിനകത്ത് ദർശിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽപ്പരം പുണ്യം വേറെയൊന്നുമില്ല. കാരണം ഞാൻ ഇപ്പൊ പറയാനുള്ള കാരണം മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭഗവാന്റെ ആ ധ്യാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനെ ആവാഹിക്കുന്ന സമയത്താണെങ്കിലും ആ ഈശ്വരന്റെ ആ ധ്യാനത്തിനനുസരിച്ചുള്ള രൂപം നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ അതിന് ഈ മെഡിറ്റേഷൻ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ ക്ലാസ്സിന് ഇപ്പോൾ സജനാജി പറഞ്ഞ പോലെ നമുക്ക് മാസത്തിലോ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ 2 ഇതാണെങ്കിലും നമുക്കിത് തുടർന്നുകൊണ്ട് പോകണം. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും ഇപ്പം എന്നെ പോലുള്ള അല്ല കുറച്ച് പേർക്ക് ഇവിടുന്ന് പങ്കെടുത്തവർ കുറച്ച് പേർക്കൊക്കെ ഇത് സഹായകരമാകും. നമുക്ക് ഒരു മനുഷ്യന് ഒരാളെ എന്താ പറയുക നേരായ വഴി കൂടെ നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിപ്പറം പുണ്യം വേറെ ഒന്നുമില്ല. നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ സാധിക്കില്ല, പക്ഷെ ഒരാളെ നമ്മുടെ ഒരു കർമ്മം കൊണ്ട് ഒരാൾ നന്നാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം ഇന്ന് ഞാൻ വായിക്കുന്നുണ്ടായി 20 മിനിറ്റെങ്കിലും ഇന്ന് യോഗാ ദിനത്തിൽ 20 മിനിറ്റെങ്കിലും യോഗ ചെയ്യണം അല്ല ഈ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ അതിനെ എന്താ പറയുക യഥാർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് 20 മിനിറ്റ് കൊല്ലം 30 മിനിറ്റോളം നമുക്ക് ഇന്ന് ഈ യോഗ അല്ല ഈ മെഡിറ്റേഷൻ ക്ലാസ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് വളരെയധികം നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കേൾക്കുമ്പോ ചിലർക്ക് ആദ്യമായിട്ടൊക്കെ ഉള്ള കേൾക്കണവർക്ക് അത്രയൊന്നും അത് പോയിന്ന് വരില്ല മനസ്സിലേക്ക്. പക്ഷെ അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റും. ഇപ്പൊ ഞാനൊക്കെ 20 വർഷം മുമ്പ് അബുദാബിയിൽ വെച്ചിരുന്നു, ഗൾഫിൽ വെച്ച് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ മെഡിറ്റേഷനാ പോലെ. അപ്പൊ കണ്ണടച്ചിരിക്കുമ്പോ ഒന്നും കണ്ണടച്ചിരിക്കാൻ പോലും പറ്റില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് പോരെ എപ്പോഴും തുറക്കണ്ടേന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് വരും. പക്ഷെ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് ഇപ്പം ഒക്കെ പറഞ്ഞ പോലെ ജ്യോതിഷ് പറഞ്ഞ പോലെ നമുക്ക് അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ ശരിക്കും അതാ മാറ്റം നമുക്ക് മനസ്സിലാവും. നമ്മള് സ്ഥിരമായിട്ട് ധ്യാനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ഈവൻ എന്താണെങ്കിലും ഒരു ശ്ലോകം കേൾക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ നാരായണി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഉള്ളിലേക്ക് ശരിക്കും നമുക്കത് അനുഭവിക്കാൻ പറ്റും. മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു വ്യത്യാസമാണ് അത്. അപ്പൊ അപ്പൊ ആദ്യം അതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരാള് ആയാലും മതി, ഒരാളെ കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്, ചെയ്യാനൊരു ഇതില്ല. അതുകൊണ്ട് എന്തായാലും നന്നായി ഒരു അവസരം കിട്ടിയത് എനിക്കും വലിയ സന്തോഷമായി. വളരെ സന്തോഷം. അപ്പോളെ ഞാൻ ജയേട്ടൻ്റെ അമ്മയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അമ്മയ്ക്കും ഏറെ പറയാനുണ്ടാവും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ ഒരു ധ്യാനത്തിന്റെ ഒരു രീതി പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് കല പറയുമ്പോ വ്യക്തമാവുന്നുണ്ട് അങ്ങനെ നല്ലോണം. കേട്ടില്ലേ ഞാൻ പറഞ്ഞ? കേട്ടില്ലേ? കേട്ടു തീർച്ചയായിട്ടും. വളരെ നന്നായി, വളരെ ഉപകാരപ്രദമാണ്. സജനയൊക്കെ പറഞ്ഞ പോലെ മാസത്തില് ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ കൊള്ളാം. അതിന് സമയം കണ്ടുപിടിക്കണം. സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. കാരണം ഓരോരുത്തർക്കും ഓരോരോ ഇതാണല്ലോ. നമുക്ക് പറഞ്ഞ പോലെ പലർക്കും പല ജീവിത സാഹചര്യങ്ങളാലും എന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നല്ലൊരു ഇപ്പൊ എല്ലാ ആഴ്ചയിലും എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും പോസിബിൾ ആകും തോന്നുന്നില്ല. കാരണം ശനിയാഴ്ചകളിലാണെങ്കിലും നമ്മൾ മുമ്പ് അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പലപ്പോഴും അങ്ങനെ ഈ പറഞ്ഞ ബാംഗ്ലൂർ അങ്ങനെയുള്ള യാത്രയും മറ്റുള്ള കാര്യങ്ങളും ആയപ്പോഴാണ് അത് ഇടയ്ക്ക് ബ്രേക്ക് ആയത്. എന്തായാലും നമുക്ക് തുടരാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിന് ഇപ്പം അടുത്ത് തന്നെ നമുക്ക് വെക്കാം. പിന്നെ ജനുവരിയിൽ നമുക്കൊരു ക്ലാസ് വെക്കാം. അങ്ങനെ ആ രീതിയിൽ പോകട്ടെ. എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും, ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ജഗദീശയുടെ കാരുണ്യകടാക്ഷം ഉണ്ടാവട്ടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നല്ലൊരു നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയുന്നു. ലോകാ സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കർ. ജയശങ്കർ. ജയശങ്കർ.